1730 മുതൽ 1755 വരെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഉണ്ടായ ഒന്നാമത്തെ വലിയ ഉണർവ് അഥവാ ഫസ്റ്റ് ഗ്രേറ്റ് അവേക്കനിങ് അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ റിവൈവൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആത്മീയ മുന്നേറ്റത്തിൻ്റെ കാലത്ത് അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു സുവിശേഷ പ്രസംഗകനായിരുന്നു ജോനാഥൻ എഡ്വേർഡ്സ്. അദ്ദേഹം 1703 ഒക്ടോബർ 5 അമേരിക്കയിലെ കണക്റ്റിക്കട്ട് എന്ന സംസ്ഥാനത്താണ് ജനിച്ചത്. 1758 മാർച്ച് 22 54 വയസ്സിൽ ന്യൂജേഴ്സിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ 1200 പ്രസംഗങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് പാപികൾ കുപിതനായ ദൈവത്തിൻ്റെ കൈകളിൽ അല്ലെങ്കിൽ സിന്നേഴ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ആംഗ്രി ഗോഡ് എന്ന പ്രഭാഷണം ആണ്. ഇത് അദ്ദേഹം ആദ്യമായി അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് എന്ന സംസ്ഥാനത്തെ നോർത്ത് ഹാംപ്ടൺ എന്ന സ്ഥലത്ത് പ്രസംഗിച്ചു. പിന്നീട് 1741 ജൂലൈ 8 ഇംഗ്ലണ്ടിലെ ലണ്ടൻ പട്ടണത്തിൻ്റെ ഉത്തരഭാഗത്തുള്ള എൻഫീൽഡ് എന്ന സ്ഥലത്ത് പ്രസംഗിച്ചു. ഇത് ഒന്നാമത്തെ വലിയ ഉണർവ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേറ്റ് അവേക്കനിങ് എന്നറിയപ്പെടുന്ന ആത്മീയ മുന്നേറ്റത്തിൻ്റെ പ്രേരകം ആയിരുന്നു. ഈ പ്രസംഗം ഇന്നും വേദപണ്ഡിതന്മാരുടെയും വിദ്യാർത്ഥികളുടെയും ചരിത്രകാരന്മാരുടെയും പഠന വിഷയമാണ്. അതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. ഈ പ്രസംഗത്തിൻ്റെ വാർഷികത്തിൽ ഇത് ആവർത്തിച്ചു പ്രസംഗിക്കുന്ന സഭകളും ദൈവദാസന്മാരും പാശ്ചാത്യ ആത്മീയ ലോകത്ത് ഇന്നും ഉണ്ട്. ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിൻ്റെ മലയാളത്തിലുള്ള പരിഭാഷയാണ് നിങ്ങൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. ഇതൊരു പദാനുപദ വിവർത്തനം അല്ല, ഇതൊരു സ്വതന്ത്രവും സംഗ്രഹവുമായ പരിഭാഷയാണ്. ഈ പ്രസംഗം ബുക്ക് രൂപത്തിൽ സൗജന്യമായി ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിലൂടെ ആവശ്യപ്പെടാം. ഫോൺ നമ്പർ 9961330751. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മലയാളത്തിൽ കേൾക്കാം. ആവർത്തന പുസ്തകം 32:35 അവരുടെ കാൽ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കലുണ്ട്. അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു. അവർക്ക് ഭവിപ്പാനുള്ളത് ബന്ധപ്പെടുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ ദൃശ്യജനമായിരുന്ന എന്നാൽ ദുഷ്ടന്മാരും അവിശ്വാസികളും ആയിത്തീർന്ന ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ മുന്നറിയിപ്പാണ് ഈ വാക്യം. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും ആവർത്തന പുസ്തകം 32:28 പറയുന്നത് പോലെ അവർ ആലോചനയില്ലാത്ത ജാതി, അവർക്ക് വിവേക ബുദ്ധിയില്ല. സ്വർഗം അവരെ പരിപോഷിപ്പിച്ചു എങ്കിലും അവർ കയ്പും വിഷവും ഉള്ള ഫലമത്രേ പുറപ്പെടുവിച്ചത്. ഇതിനെക്കുറിച്ചാണ് 32-33 പറയുന്നത്. അവരുടെ മുന്തിരിവള്ളി സോദോം വഴിയിൽ നിന്നും ഗോമോര നിലങ്ങളിൽ നിന്നുമുള്ളത്. അവരുടെ മുന്തിരിപ്പഴം നഞ്ചും മുന്തിരിക്കുല കയ്പും ആകുന്നു. അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിന് വിഷവും മൂർഖന്റെ കാളകൂടവും ആകുന്നു. ഞാൻ ഈ പ്രസംഗത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം ആവർത്തന പുസ്തകം 32:35 ആവർത്തന പുസ്തകം 32:35 അവരുടെ കാൽ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കലുണ്ട്. അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു. അവർക്ക് ഭവിപ്പാനുള്ളത് ബന്ധപ്പെടുന്നു. ഈ വാക്യത്തെ ആസ്പദമാക്കി ദുഷ്ടന്മാരായ ഇസ്രായേൽ ജനത്തിൻ്റെ ശിക്ഷയും തകർച്ചയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. വഴുവഴുപ്പുള്ള ഒരു സ്ഥലത്തുകൂടി നടക്കുന്നവർ വീഴുവാൻ സാധ്യതയുള്ളതുപോലെ ഇസ്രായേൽ എപ്പോഴും നാശത്തിനായി ഒരുക്കപ്പെട്ടവർ ആയിരുന്നു. അവരുടെ കാൽ വഴുതുവാൻ സാധ്യതയുണ്ട് എന്നത് അവർക്ക് വരുവാനിരിക്കുന്ന നാശത്തിൻ്റെ സൂചനയാണ്. ഇതേ ആശയം നമുക്ക് സങ്കീർത്തനം 73:18 വായിക്കാം. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. അവർക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായ നാശം സംഭവ്യമാണ്. വഴുവഴുപ്പുള്ള ഇടങ്ങളിലൂടെ നടക്കുന്നവൻ ഏത് നിമിഷവും വീഴാം. അവൻ്റെ അടുത്ത ചുവടിൽ അവൻ വീഴുമോ നിൽക്കുമോ എന്ന് മുൻകൂട്ടി കാണുവാൻ സാധ്യമല്ല. അവൻ വീഴുമ്പോൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന് വീഴുന്നു. ഈ ആശയവും നമുക്ക് സങ്കീർത്തനം 73:18-19 വായിക്കാം. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരിച്ചകളാൽ അശേഷം മുടിഞ്ഞുപോയിരിക്കുന്നു.
ആവർത്തന പുസ്തകം 32:35 മറ്റൊരു ആശയം, മറ്റൊരാൾ അവരെ തള്ളിയിടാതെ അവർ സ്വയം വീഴുവാൻ സാധ്യതയുണ്ട് എന്നതാണ്. വഴുവഴുപ്പുള്ള ഇടങ്ങളിലൂടെ പോകുന്നവർ അവരുടെ ഭാരം കൊണ്ട് മാത്രം വീഴുന്നു. അവർ ഇതുവരെ വീണില്ല, ഇപ്പോൾ വീഴുന്നില്ല എന്നതിൻ്റെ കാരണം അവരുടെ വീഴ്ചയ്ക്കായി ദൈവം നിശ്ചയിച്ച സമയം ആയിട്ടില്ല എന്നത് മാത്രമാണ്. അവരുടെ വീഴ്ചയുടെ നിശ്ചയിക്കപ്പെട്ട സമയം വരുമ്പോൾ അവരുടെ കാലുകൾ വഴുതി വീഴും. അപ്പോൾ അവരുടെ ഭാരം കൊണ്ട് തന്നെ അവർ സ്വയം വീഴും. അപ്പോൾ വഴുവഴുപ്പുള്ള ഇടങ്ങളിൽ വീഴാതെ വണ്ണം ദൈവം അവരെ ഉയർത്തിപ്പിടിക്കാതെ അവർ വീഴുവാൻ അവൻ അനുവദിക്കും. ദൈവം അവരുടെ കൈവിടുമ്പോൾ അവർ പെട്ടെന്ന് നാശത്തിലേക്ക് വീഴും. ഒരു വലിയ ഗർത്തത്തിൻ്റെ വക്കിൽ വഴുവഴുപ്പുള്ള ഇടത്ത് നിൽക്കുന്ന ഒരുവന് സ്വയം ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തതുപോലെ ദൈവത്തിൻ്റെ കരം അവരെ പിടിക്കാതെ അവർക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അവരെ താങ്ങി നിർത്തുന്നവൻ്റെ കരം വിടുമ്പോൾ അവർ സ്വയം എന്നേക്കുമായി നാശത്തിലേക്ക് വീണ് ഇല്ലാതെ ആകുന്നു. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന സാരാംശം ഇതാണ്: നരകത്തിൽ വീഴുന്നതിൽ നിന്നും ഒരു ദുഷ്ടനെ ഇപ്പോൾ തടഞ്ഞു നിർത്തുന്നത് ദൈവത്തിൻ്റെ ഹിതമല്ലാതെ മറ്റൊന്നും അല്ല. ദൈവത്തിൻ്റെ ഹിതം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് ദൈവത്തിൻ്റെ സർവാധികാര പ്രകാരമുള്ള ഏകപക്ഷീയമായ ഹിതമെന്നാണ്. അവൻ്റെ ഹിതത്തെ യാതൊരു ബാധ്യതയും നിയന്ത്രിക്കുന്നില്ല, യാതൊരു പ്രയാസങ്ങളും തടസ്സപ്പെടുത്തുന്നില്ല. ദുഷ്ടന്മാരെ ഒരു നിമിഷത്തേക്കെങ്കിലും ദൈവം സംരക്ഷിക്കുന്നത് അവൻ്റെ സർവാധികാരത്തിലുള്ള ഹിതപ്രകാരം ആണ്. ഈ സത്യം ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ കൂടുതൽ വെളിവാകും. ഏത് നിമിഷവും ദുഷ്ടന്മാരെ നരകത്തിലേക്ക് തള്ളിയിടുവാനുള്ള ശക്തി ദൈവത്തിന് ഉണ്ട്. ദൈവം എഴുന്നേൽക്കുമ്പോൾ മനുഷ്യൻ്റെ കൈ അവനെതിരായി പ്രബലപ്പെട്ടിരിക്കുകയില്ല. മനുഷ്യരിലെ ഏറ്റവും ശക്തന് പോലും ദൈവത്തെ ചെറുക്കുവാൻ കഴിയുകയില്ല. ആർക്കും അവൻ്റെ കയ്യിൽ നിന്നും ഒരു മനുഷ്യനെയും വിടുവിക്കുവാനും കഴിയുകയില്ല. ദുഷ്ടന്മാരെ നരകത്തിലേക്ക് വളരെ ലളിതമായി തള്ളിയിടുവാൻ ദൈവത്തിന് കഴിയും. ബലമുള്ള കോട്ടകളുടെ സംരക്ഷണത്തിലും അനേകം അനുയായികളാലും ശക്തനായിരിക്കുന്ന ഈ ഭൂമിയിലെ ഒരു രാജാവിന് അവൻ്റെ രാജ്യത്തെ ഒരു ആഭ്യന്തര കലാപത്തെ അടിച്ചമർത്തുവാൻ പ്രയാസം നേരിട്ടേക്കാം. എന്നാൽ ദൈവത്തിന് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ ശക്തിയുടെ മുന്നിൽ ചെറുത്തു നിൽക്കുവാൻ കഴിയുന്ന ഒരു കോട്ടയുമില്ല. ദൈവത്തിൻ്റെ അനേകം ശത്രുക്കൾ ഒരുമിച്ച് കൂടിയാലും അവരെ ഛിന്ന ഭിന്നമാക്കുവാൻ ദൈവത്തിന് നിസ്സാരമായി കഴിയും. അവർ ചുഴലിക്കാറ്റിനു മുന്നിലെ ഭാരമില്ലാത്ത പതിൽ പോലെയും ആളിക്കത്തുന്ന അഗ്നിക്കു മുന്നിലെ കച്ചിക്കൂന പോലെയുമാകും. മണ്ണിൽ ഇഴയുന്ന ഒരു പുഴുവിനെ ചവിട്ടി മെതിക്കുന്നതും കനം കുറഞ്ഞ ഒരു നൂലിനെ മുറിച്ചു മാറ്റുന്നതും നമുക്ക് വളരെ എളുപ്പമാണ്. അതുപോലെ അവൻ്റെ ശത്രുക്കളെ നരകത്തിലേക്ക് തള്ളിയിടുവാൻ ദൈവത്തിന് നിസ്സാരമായി കഴിയും. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പാകെ ഭൂമി വിറയ്ക്കുകയും പാറകൾ തകരുകയും ചെയ്യും. ഈ ദൈവത്തിന് മുന്നിൽ നിൽക്കുവാൻ നമ്മൾ ശക്തരാണ് എന്ന് ചിന്തിക്കുവാൻ മാത്രം നമ്മൾ ആരാണ്? ദൈവിക നീതി തടസ്സപ്പെടാതിരിക്കേണ്ടതിനായി ദുഷ്ടന്മാർ നരകത്തിലേക്ക് തള്ളപ്പെടുവാൻ യോഗ്യരാണ്. അവരെ നശിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി ഉപയോഗിക്കുന്നതിനെ ആർക്കും എതിർക്കുവാൻ സാധ്യമല്ല. ദൈവിക നീതി ദുഷ്ടന്മാരുടെ പാപത്തിനുള്ള അനന്തമായ ശിക്ഷ ആവശ്യപ്പെടുന്നു. സോദോമിൻ്റെ മുന്തിരിഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളെക്കുറിച്ച് ദൈവിക നീതി പറയുന്നത്, അതിനെ വെട്ടിക്കള, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്നാണ്. സ്വർഗീയ നീതിയുടെ വാൾ എപ്പോഴും അവരുടെ തലയ്ക്ക് മീതെ ഓങ്ങി നിൽക്കുന്നു. ദൈവത്തിൻ്റെ സർവാധികാരത്തിലുള്ള ദയയും അവൻ്റെ ഹിതവും മാത്രമാണ് ഈ വാളിനെ തടഞ്ഞ് നിർത്തുന്നത്. നരകത്തിലുള്ള ശിക്ഷയ്ക്കായി അവർ ഇപ്പോൾ തന്നെ വിധിക്കപ്പെട്ടിരിക്കുന്നു. അവർ നരകത്തിലേക്ക് തള്ളപ്പെടുവാൻ തികച്ചും യോഗ്യരാണ് എന്ന് മാത്രമല്ല, മനുഷ്യനും ദൈവവും തമ്മിൽ ഉറപ്പിക്കപ്പെട്ട നിത്യവും മാറ്റമില്ലാത്തതുമായ ദൈവത്തിൻ്റെ നിയമപ്രകാരമുള്ള വിധി അവർക്ക് എതിരായി പുറപ്പെട്ടു കഴിഞ്ഞു. അതിനാൽ അവർ നരകത്തിനായി ഇപ്പോൾ തന്നെ വിധിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 3:18 പറയുന്നു, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അതിനാൽ മാനസാന്തരപ്പെടാത്ത എല്ലാ മനുഷ്യരും നരകത്തിന് യോഗ്യരാണ്. നരകമാണ് അവരുടെ ഇടം. അവർ കീഴിൽ നിന്നുള്ളവരാണ്. അവർ അവിടേക്ക് തന്നെ പോകും. ദൈവിക നീതിയും ദൈവത്തിൻ്റെ വചനവും അവൻ്റെ മാറ്റമില്ലാത്ത പ്രമാണങ്ങളുടെ വിധിയും അവരെ നരകത്തിലേക്ക് തന്നെ അയക്കും. നരകത്തിലെ പീഡനങ്ങളിൽ കാണുന്ന ദൈവത്തിൻ്റെ അതേ കോപത്തിന് ദുഷ്ടന്മാർ ഇപ്പോൾ തന്നെ വിധേയരാണ്. നരകത്തിൽ ഇപ്പോൾ
കഠിനമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകരോടുള്ള ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദുഷ്ടന്മാരോട് ഇല്ലാത്തത് കൊണ്ടല്ല ദൈവം അവരെ ഇപ്പോൾ തന്നെ നരകത്തിലേക്ക് തള്ളിയിടാത്തത്. നരകാഗ്നിയിലായിരിക്കുന്ന അനേകരോട് ദൈവത്തിനുള്ള കോപം ഇപ്പോൾ ഭൂമിയിൽ ശാന്തരായും ജീവിച്ചിരിക്കുന്ന അനേകരോടും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അനേകരോടും ദൈവത്തിന് ഉണ്ട്. അവരുടെ ദുഷ്ടതയെ ദൈവം കണക്കിടാത്തത് കൊണ്ടോ അതിനോട് വിദ്വേഷമില്ലാത്തത് കൊണ്ടോ അല്ല ദൈവം അവൻ്റെ കരം വിട്ടിട്ട് അവരെ ഛേദിച്ച് കളയാത്തത്. അവർ ചിന്തിക്കുന്നത് പോലെ ദൈവം അവരെ പോലെയുള്ളൊരു വ്യക്തിത്വമല്ല. ദൈവത്തിൻ്റെ കോപം അവർക്കെതിരായി ജ്വലിക്കുന്നു. അവരുടെ നാശം താമസിക്കുകയില്ല. ഒരു അഗാധ കൂപം അവർക്കായി ഒരുങ്ങിയിരിക്കുന്നു. അഗ്നി തയ്യാറായി തീഷ്ണതയോടെ കത്തുന്നു. അവരെ സ്വീകരിക്കുവാൻ തയ്യാറായി ചൂട് പിടിച്ചിരിക്കുന്നു. അവരുടെ മുകളിൽ പിടിച്ചിരിക്കുന്ന തിളങ്ങുന്ന വാളുകൾ മൂർച്ച കൂട്ടി വെച്ചിരിക്കുന്നു. അവരുടെ കീഴെ അഗാധ കൂപം വായ തുറന്ന് ഇരിക്കുന്നു. ദൈവം അനുവദിക്കുന്ന സമയത്ത് ദുഷ്ടന്മാരെ പിടിക്കുവാനും അവരുടെ മേൽ വീടുവാനും പിശാചെപ്പോഴും തയ്യാറായി നിൽക്കുന്നു. അവർ സാത്താന് അവകാശപ്പെട്ടവരാണ്. അവരുടെ ആത്മാവ് അവൻ്റേതാണ്. അവർ അവൻ്റെ അധികാരത്തിലാണ്. ദൈവവചനം ദുഷ്ടന്മാരെ സാത്താന്റെ വകയായി ചിത്രീകരിക്കുന്നു. പിശാചുക്കൾ ദുഷ്ടന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർ പിശാചുക്കളുടെ വലം കൈയിൽ ആണ്. അത്യാഗ്രഹിയും വിശക്കുന്നവനുമായ സിംഹം ഇരയെ ഭക്ഷിക്കുവാൻ കാത്തിരിക്കുന്നത് പോലെ പിശാചുക്കൾ ദുഷ്ടന്മാർക്കായി കാത്തിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവർ പിൻവാങ്ങി നിൽക്കുന്നു. അവരെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ കരം പിൻവലിക്കപ്പെടുമ്പോൾ പിശാചുക്കൾ ദുഷ്ടന്മാരുടെ മേൽ പറന്നു വീഴും. പഴയ പാമ്പായ പിശാച് അവർക്കായി വായ തുറന്നിരിക്കുന്നു. നരകം അതിൻ്റെ വായ അവരെ സ്വീകരിക്കുവാനായി തുറന്നിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അവരെ വേഗം അത് വിഴുങ്ങിക്കളയും. അങ്ങനെ ദുഷ്ടന്മാർ ഇല്ലാതെയാകും. ദുഷ്ടന്മാരുടെ ആത്മാവിൽ നരകത്തിന്റെ പ്രമാണങ്ങൾ ഭരിക്കുന്നു. ദൈവത്തിന്റെ നിയന്ത്രണമില്ല എങ്കിൽ അതിപ്പോൾ തന്നെ നരകാഗ്നിയായി മാറും. നരകത്തിലെ പീഡനങ്ങൾക്കായി ഒരു അടിത്തറ ജഡീക മനുഷ്യരുടെ പ്രകൃതിയിൽ തന്നെയുണ്ട്. അവരിൽ വാഴുന്ന അവരെ സമ്പൂർണമായി നിയന്ത്രിക്കുന്ന മലിന പ്രമാണങ്ങൾ നരകത്തിന്റെ വിത്തുകളാണ്. ഇത്തരം പ്രമാണങ്ങൾ ദുഷ്ടന്മാരിൽ ശക്തവും സജീവവും പ്രബലവുമാണ്. ദൈവത്തിന്റെ ചെറുക്കുന്ന കരമില്ലായിരുന്നുവെങ്കിൽ അവരുടെ മലിനത പൊട്ടിപ്പുറപ്പെട്ടേനെ. ഈ മലിനതയ്ക്ക് ഒത്തവണ്ണം അവർ ജ്വലിക്കും. ദുഷ്ടന്മാരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന അതേ ശത്രുത്വം സമാനമായ പീഡനങ്ങളും ഉളവാക്കും. ദുഷ്ടന്മാരുടെ ആത്മാക്കളെ തിരുവചനം കലങ്ങി മറിഞ്ഞ സമുദ്രത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. സമുദ്രത്തിലെ കലങ്ങി മറിഞ്ഞ തിരമാലകളെ നിയന്ത്രിക്കുന്നത് പോലെ ഇപ്പോൾ ദൈവം അവൻ്റെ മഹാശക്തിയാൽ അവരുടെ ദുഷ്ടതയെ നിയന്ത്രിച്ചിരിക്കുന്നു. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്. എന്നാൽ ദൈവം നിയന്ത്രിക്കുന്ന കരം എടുത്തു മാറ്റിയാൽ അതിൻ്റെ മുന്നിലുള്ളതിനെ എല്ലാം അത് എടുത്തുകൊണ്ടു പോകും. പാപം ആത്മാവിൻ്റെ നാശവും ദുരിതവുമാണ്. അത് പ്രകൃത്യാ തന്നെ നശീകരണമാണ്. ദൈവം അതിനെ നിയന്ത്രണമില്ലാതെ വിട്ടാൽ ആത്മാക്കളെ ദുരിതത്തിലാക്കുവാൻ മറ്റൊന്നും ആവശ്യമില്ല. മനുഷ്യന്റെ ഹൃദയത്തിന്റെ മലിനത അതിൻ്റെ തീവ്രതയിൽ കഠിനവും അതിരില്ലാത്തതുമാണ്. ദുഷ്ടന്മാർ ഇവിടെ ജീവിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ നിയന്ത്രണത്താൽ അടക്കി വെച്ചിരിക്കുന്ന അഗ്നി പോലെയാണ്. അതിനെ തുറന്നു വിട്ടാൽ പ്രകൃതിയുടെ പ്രയാണത്തിനെ അത് അഗ്നിജ്വാലയ്ക്ക് ഇരയാക്കും. ദുഷ്ടന്മാരുടെ ഹൃദയം ഇപ്പോൾ പാപത്തിന്റെ ചവറ്റുകുഴിയാണ്. പാപത്തെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അത് തീയും ഗന്ധവും നിറഞ്ഞ ഒരു അഗ്നിച്ചൂള പോലെ ആയിത്തീരും. ദുഷ്ടന്മാരുടെ നിത്യമായ മരണത്തിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ കാണുന്നില്ല എന്നത് സുരക്ഷിതത്വത്തിന്റെ അടയാളമല്ല. ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഏത് രീതിയിൽ പെട്ടെന്ന് ലോകത്തു നിന്നും പോകും എന്ന് അറിയുന്നില്ല. അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യാതൊരു അപകടവും കാണുന്നില്ല. എക്കാലത്തുമുള്ള ലോകചരിത്രം പരിശോധിച്ചാൽ എല്ലാ മനുഷ്യനും ഇപ്പോൾ അവൻ്റെ നിത്യതയുടെ അരികിൽ നിൽക്കുകയാണ്. അവൻ്റെ അടുത്ത ചൂട് മറ്റൊരു ലോകത്തിലേക്കാകാം. നമുക്ക് ചിന്തിക്കുവാനോ മുൻകൂട്ടി കാണുവാനോ കഴിയാത്ത സമയത്തും മാർഗങ്ങളിലും അനേകർ ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സാന്തരപ്പെടാത്ത മനുഷ്യൻ നരകത്തിന്റെ അഗാധ കൂപത്തിന്റെ മുകളിലെ ദ്രവിച്ച മൂടിക്ക് മുകളിലൂടെ നടക്കുന്നവരാണ്. ഈ മൂടിയുടെ ഏത് ഭാഗമാണ് അവരുടെ ഭാരം താങ്ങുവാൻ ശേഷിയില്ലാത്ത ദുർബലമായത് എന്ന് അവർ അറിയുന്നില്ല. ഉച്ചയ്ക്ക് കാണാമറയത്ത് പറക്കുന്ന മരണത്തിന്റെ അസ്ത്രങ്ങളെ എത്ര സൂക്ഷ്മദൃഷ്ടിക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയുകയില്ല. ദുഷ്ടന്മാരെ ഈ ഭൂമിയിൽ നിന്നും മാറ്റി നരകത്തിലേക്ക് അയക്കുവാൻ നമുക്ക് ആരാഞ്ഞ് അറിയുവാൻ കഴിയാത്ത വ്യത്യസ്തങ്ങളായ വഴികൾ ദൈവത്തിന് ഉണ്ട്. ദുഷ്ടന്മാരെ ഏത് നിമിഷവും നശിപ്പിക്കുവാൻ ദൈവത്തിന് ഒരത്ഭുതം ആവശ്യമില്ല. അവൻ്റെ സാധാരണ പരിപാലനത്തിൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കേണ്ടതില്ല. പാപികൾ ഈ ലോകത്തിൽ നിന്നും പോകുവാനുള്ള എല്ലാ മാർഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ആണ്.
അത് അവൻ്റെ സാർവലൗകികമായ സമ്പൂർണ്ണ അധികാരത്തിനും ശക്തിക്കും തീരുമാനത്തിനും കീഴിലാണ്. പാപികൾ ഏത് നിമിഷം നരകത്തിലേക്ക് പോകണമെന്നത് ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയം ആണ്. അവരുടെ ജീവിതത്തെ സംരക്ഷിക്കുവാനുള്ള അവരുടെയും മറ്റുള്ളവരുടെയും ജാഗ്രതയും കരുതലും ഒരു നിമിഷത്തേക്ക് പോലും സംരക്ഷണം നൽകുന്നില്ല. സാർവത്രികമായി നമ്മൾ കാണുന്ന അനുഭവങ്ങൾ അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മനുഷ്യന്റെ ബുദ്ധി അവർക്ക് മരണത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നില്ല. അല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ബുദ്ധിമാന്മാരും രാഷ്ട്രീയ അധികാരികളും സാധാരണക്കാരും തമ്മിൽ അപ്രതീക്ഷിതവും നേരത്തെയും സംഭവിക്കുന്ന മരണം സംബന്ധിച്ച് ചില വ്യത്യാസങ്ങൾ കണ്ടേനെയും. ഫോഷൻ മരിക്കുന്ന പോലെ ജ്ഞാനിയും മരിക്കുന്നു. ദുഷ്ടന്മാർ യേശുക്രിസ്തുവിനെ നിരസിച്ചുകൊണ്ട് ദുഷ്ടന്മാരായി തന്നെ ജീവിച്ചിരിക്കെ നരകത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനുള്ള അവരുടെ കഠിനാധ്വാനവും ഉപായ പ്രവൃത്തികളും അവരെ നരകത്തിൽ നിന്നും ഒരു നിമിഷത്തേക്ക് പോലും രക്ഷിക്കുകയില്ല. മാനസാന്തരപ്പെടാത്ത എല്ലാ മനുഷ്യരും നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ അതിൽ നിന്നും രക്ഷ പ്രാപിക്കും എന്ന് വീമ്പ് പറയും. അവൻ്റെ സംരക്ഷണത്തിനായി അവനിൽ തന്നെ ആശ്രയിക്കുന്നു. അവൻ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നിവയെക്കുറിച്ച് വീമ്പ് പറയും. എങ്ങനെ നിത്യശിക്ഷാവിധിയിൽ നിന്നും രക്ഷ പ്രാപിക്കാം എന്നതിനെക്കുറിച്ച് ഓരോരുത്തർക്കും അവരുടേതായ ഒരു പദ്ധതി ഉണ്ട്. അവൻ അതിൽ വിജയിക്കുമെന്നും അവൻ്റെ പദ്ധതികൾ പരാജയപ്പെടുകയില്ല എന്നും വീമ്പ് പറയും. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന വളരെ ചുരുക്കം പേരെ രക്ഷ പ്രാപിച്ചിട്ടുള്ളൂ എന്നും മുമ്പ് മരിച്ചുപോയവരിൽ ഭൂരിപക്ഷവും നരകത്തിലേക്ക് പോയിരിക്കുന്നുവെന്നും അവർ കേൾക്കുന്നുണ്ട്. എങ്കിലും അവൻ്റെ രക്ഷയ്ക്കായുള്ളത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നല്ലതുപോലെ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും കരുതുന്നു. അവൻ മഹാപീഡനത്തിൻ്റെ ഇടമായ നരകത്തിലെത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. വീഴാതിരിക്കുവാൻ ആവശ്യമായതെല്ലാം ചെയ്യുവാൻ അവന് ഉദ്ദേശം ഉണ്ട്. പക്ഷേ വിഡ്ഢികളായ മനുഷ്യർ സ്വന്തം പദ്ധതികളാലും അവരുടെ ശക്തിയിലും ബുദ്ധിയിലുമുള്ള വിശ്വാസത്താലും അവരെ തന്നെ വഞ്ചിക്കുകയാണ്. അവർ ആശ്രയിക്കുന്നത് നിഴലുകളെയാണ്. ദൈവകൃപയുടെ ലഭ്യതയിൽ ജീവിച്ചുവെങ്കിലും അതിനെ നിരസിച്ചവരിൽ ഒരു വലിയ കൂട്ടം വ്യക്തികൾ ഇപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു. അവർ നിശ്ചയമായും നരകത്തിലേക്ക് പോയി കഴിഞ്ഞു. അവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെക്കാൾ ബുദ്ധിഹീനർ ആയിരുന്നത് കൊണ്ടല്ല, നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അവർ ചില കാര്യങ്ങൾ സ്വയം ക്രമീകരിക്കാതിരുന്നത് കൊണ്ടും അല്ല. നമുക്കവരെ കണ്ടുമുട്ടി സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരോട് ചോദിക്കാമായിരുന്നു, നിങ്ങൾ ജീവിച്ചിരുന്നു, നരകത്തെക്കുറിച്ച് കേൾക്കാറുണ്ടായിരുന്നപ്പോൾ ഒരിക്കൽ നിങ്ങളും ഈ ദുരിതത്തിന്റെ ഇരയായിത്തീരുമെന്ന് പ്രതീക്ഷിച്ചുവോ? നിശ്ചയമായും അവരിങ്ങനെ മറുപടി പറയും, നരകത്തിലേക്ക് വരുവാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ ക്രമീകരിച്ചിരുന്നു. എൻ്റെ പദ്ധതികൾ നല്ലതാണ് എന്നും എനിക്ക് സ്വയം നല്ലതുപോലെ ആസൂത്രണം ചെയ്യുവാൻ കഴിയുമെന്നും ഞാൻ വിചാരിച്ചു. ഫലപ്രദമായ കരുതലെടുക്കുവാൻ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ മരണം അപ്രതീക്ഷിതമായി എൻ്റെ മേൽ വന്നു. ഞാനതിനെ അപ്പോൾ ആ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. മരണം ഒരു കള്ളനെ പോലെ വന്നു എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ കോപം എൻ്റെ മേൽ വേഗമുണ്ടായി. എൻ്റെ ശപിക്കപ്പെട്ട ബുദ്ധിഹീനത, ഭാവിയിൽ ഞാൻ എന്തു ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള വ്യർത്ഥമായ സ്വപ്നങ്ങളാൽ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയായിരുന്നു. ഞാൻ സമാധാനം, സുരക്ഷിതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നാശം എൻ്റെ മേൽ പെട്ടെന്ന് വന്നു. മാനസാന്തരപ്പെടാത്ത മനുഷ്യരെ നരകത്തിൽ നിന്നും ഒരു നിമിഷത്തേക്കെങ്കിലും രക്ഷിക്കുവാൻ ഒരു വാഗ്ദത്തത്താലും ദൈവത്തിന് ബാധ്യതയില്ല. നിത്യമായ ജീവനോ വിടുതലോ നിത്യമരണത്തിൽ നിന്നുള്ള സംരക്ഷണമോ നൽകാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ല. കൃപയുടെ ഉടമ്പടിയിൽ ക്രിസ്തുവിലുള്ള വാഗ്ദത്തങ്ങളുണ്ട്. അവനിൽ എല്ലാ വാഗ്ദത്തങ്ങളും ഊവയെന്നും ആമേൻ എന്നുമാണ്. എന്നാൽ ഉടമ്പടിയുടെ മക്കൾ അല്ലാത്തവർക്ക് കൃപയുടെ ഉടമ്പടിയിൽ താല്പര്യമില്ല. അവർ അതിൽ വിശ്വസിക്കുന്നില്ല. ഉടമ്പടിയുടെ മധ്യസ്ഥനായ ക്രിസ്തുവിൽ അവർക്ക് താല്പര്യം ഇല്ല. വീണ്ടും ജന്മം പ്രാപിക്കാത്ത മനുഷ്യരുടെ അന്വേഷണത്തെയും മുട്ടിവിളിക്കുന്നതിനെയും കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെക്കുറിച്ച് ചിലർ സങ്കല്പിക്കുകയും ഭാവിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും മതപരമായ അവൻ്റെ എല്ലാ കഠിന പ്രയത്നങ്ങളും അവൻ്റെ പ്രാർത്ഥനകളും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വരെ അവനെ നിത്യമായ നാശത്തിൽ നിന്നും വിടുവിക്കുവാനുള്ള ബാധ്യത ദൈവത്തിന് നൽകുന്നില്ല. ദുഷ്ടന്മാരെ നരകത്തിന്റെ അഗാധ കൂപത്തിനു മുകളിൽ ദൈവം അവന്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നു. അവർ അഗ്നികുണ്ഡം അർഹിക്കുന്നു. അവർ അതിനായി വിധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ഭയങ്കരമായി പ്രകോപിതനാണ്.
ഇപ്പോൾ നരകത്തിൽ അവന്റെ കഠിന ക്രോധം അനുഭവിക്കുന്നവരോടുള്ള കോപത്തിന്റെ അതേ അളവിൽ ജീവിച്ചിരിക്കുന്ന ദുഷ്ടന്മാരോടും ദൈവത്തിന് ക്രോധമുണ്ട്. ദൈവകോപത്തെ ശമിപ്പിക്കുവാനുള്ള യാതൊന്നും അവർ ചെയ്തിട്ടില്ല. അവരെ ഒരു നിമിഷത്തേക്കെങ്കിലും രക്ഷിക്കുവാനുള്ള യാതൊരു ബാധ്യതയും ദൈവത്തിനില്ല. പിശാച് അവർക്കായി കാത്തിരിക്കുന്നു. നരകം അവർക്കായി വായ തുറന്നിരിക്കുന്നു. നരകാഗ്നി അവർക്കായി ആളിക്കത്തുന്നു. അതവരെ പിടിക്കുകയും വിഴുങ്ങുകയും ചെയ്യും. അവരുടെ ഹൃദയത്തിൽ തന്നെ ഉയരുന്ന അഗ്നി പൊട്ടിപ്പുറപ്പെടുവാൻ ബന്ധപ്പെടുന്നു. അവർക്ക് ക്രിസ്തു എന്ന മധ്യസ്ഥനിൽ താല്പര്യമില്ല. അവരുടെ സംരക്ഷണത്തിനായി യാതൊരു മാർഗവുമില്ല. ചുരുക്കി പറഞ്ഞാൽ ദുഷ്ടന്മാർക്ക് യാതൊരു അഭയവും ഇല്ല. അവരെ സൂക്ഷിക്കുവാൻ യാതൊന്നുമില്ല. ഇപ്പോൾ അവരെ സംരക്ഷിക്കുന്നത് കോപാകുലനായ ദൈവത്തിന്റെ സ്വന്തം ഹിതപ്രകാരവും വാഗ്ദത്തപ്രകാരം ബാധ്യതയില്ലാത്തതുമായ സഹനം മാത്രമാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മാനസാന്തരപ്പെടാത്തവർ ഉണരുക എന്നതാണ് ഈ സന്ദേശത്തിന്റെ ഉദ്ദേശം. ക്രിസ്തുവിൽ അല്ലാത്ത എല്ലാവരുടെയും അവസ്ഥയാണ് നിങ്ങൾ കേട്ടത്. മഹാ ഉപദ്രവത്തിന്റെ കത്തുന്ന ഗന്ധകപ്പൊയ്ക, ദൈവകോപത്തിന്റെ ഭീതിജനകമായ അഗ്നി കത്തിപ്പടരുന്ന അഗാധ കൂപം നിങ്ങൾക്ക് കീഴെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. നരകത്തിന്റെ വായ് വലുതായി തുറന്നിരിക്കുന്നു. നിങ്ങൾക്ക് നിൽക്കുവാൻ യാതൊരു ഇടവും ആശ്രയിക്കുവാൻ യാതൊന്നുമില്ല. നിങ്ങൾക്കും നരകത്തിനുമിടയിൽ വായു അല്ലാതെ മറ്റൊന്നുമില്ല. ദൈവത്തിന്റെ ശക്തിയും കരുണയും മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ബോധവാൻ ആയിരിക്കുകയില്ല. നിങ്ങളിപ്പോൾ നരകത്തിലല്ലോ എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ അതിൽ ദൈവത്തിന്റെ കരം നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ ആരോഗ്യമുള്ള ശരീരം, ജീവിതത്തിനായുള്ള നിങ്ങളുടെ കരുതൽ, നിങ്ങളുടെ സംരക്ഷണത്തിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്നിവയിലേക്ക് നോക്കൂ. ദൈവം അവന്റെ കരം പിൻവലിച്ചാൽ ഇതെല്ലാം ഒന്നുമില്ല. വായുവിൽ തൂങ്ങിക്കിടക്കുന്ന ഒരുവനെ പിടിച്ചു നിർത്തുവാൻ ഒന്നുമില്ലാത്തതുപോലെ നരകത്തിലേക്ക് വീഴുന്നതിൽ നിന്നും ഇതിനൊന്നും നിങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ ദുഷ്ടത ഈയം പോലെ നരകത്തിലേക്ക് താഴ്ന്നു വീഴുവാൻ തക്കവണ്ണം നിങ്ങളെ ഭാരമുള്ളതാക്കി മാറ്റുന്നു. ദൈവം പോകുവാൻ അനുവദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് വേഗം അഗാധ കൂപത്തിലേക്ക് വീണുപോകും. താഴേക്ക് വീഴുന്ന ഒരു പാറയെ തടഞ്ഞു നിർത്തുവാൻ ഒരു ചെലന്തിയുടെ വലയ്ക്ക് കഴിയില്ല എന്നതുപോലെ നിങ്ങളുടെ ആരോഗ്യത്തിനോ സ്വയം കരുതലിനോ ജാഗ്രതയ്ക്കോ ഉപായ ചിന്തകൾക്കോ സ്വന്തം നീതിക്കോ നിങ്ങളെ നരകത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സർവാധികാരത്തിലുള്ള ഹിതപ്രകാരമല്ലാതെ മറ്റൊന്നിനാലും ഭൂമി നിങ്ങളെ ഒരു നിമിഷം പോലും താങ്ങുകയില്ല. കാരണം അതിന് നിങ്ങളൊരു ഭാരമാണ്. സൃഷ്ടി നിങ്ങളോടൊപ്പം ദ്രവത്വത്തിനായി കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം ഞെരുങ്ങുന്നു. സൂര്യൻ ഇഷ്ടത്തോടെയല്ല പാപത്തെയും സാത്താനെയും സേവിക്കുവാൻ നിങ്ങൾക്ക് പ്രകാശം നൽകുന്നത്. നിങ്ങളുടെ മോഹങ്ങളെ നിവർത്തിക്കുവാൻ ഇഷ്ടത്തോടെ ഭൂമി നിങ്ങൾക്ക് വിളവ് നൽകുന്നതല്ല. അത് നിങ്ങളുടെ ദുഷ്ടത പ്രവർത്തിക്കുവാനുള്ള ഇടവും അല്ല. നിങ്ങൾക്ക് ശ്വസിക്കുവാൻ വായു ലഭിക്കുന്നത് നിങ്ങളുടെ ജഡമോഹങ്ങളെ നിവർത്തിക്കുവാനോ ദൈവത്തിന്റെ ശത്രുക്കളെ സേവിക്കുവാനോ അല്ല. ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളും നല്ലതാണ്. അവ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തെ സേവിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. മറ്റൊരു ഉദ്ദേശത്തെയും അവ സ്വമനസ്സാലെ സേവിക്കയില്ല. അതിനാൽ അവയുടെ പ്രകൃതിക്കും സൃഷ്ടിയുടെ ഉദ്ദേശത്തിനും വിപരീതമായ കാര്യങ്ങൾക്കായി അവയെ ഉപയോഗിക്കുമ്പോൾ അവ ഞരങ്ങുന്നു. വിടുതലിന്റെ പ്രത്യാശയോടെ ദൈവത്തിന്റെ സർവാധികാരത്തിന്റെ കൈകളാൽ അവരെ കീഴ്പ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ പ്രകൃതി നിങ്ങളെ ഛർദ്ദിച്ചു കളയുമായിരുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ കോപത്തിന്റെ ഇരുണ്ട മേഘങ്ങൾ, അതിൽ നിറയെ കൊടുങ്കാറ്റും ഇടിയും മിന്നലുമായി നിങ്ങളുടെ ശിരസ്സിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്നു. ദൈവത്തിന്റെ നിയന്ത്രിക്കുന്ന കരങ്ങളില്ലായിരുന്നുവെങ്കിൽ അത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ പൊട്ടി വീഴുമായിരുന്നു. അതിന്റെ കൊടുങ്കാറ്റിനെ ദൈവത്തിന്റെ സർവാധികാര പ്രകാരമുള്ള ഹിതത്താൽ ഇപ്പോൾ തടഞ്ഞ് നിർത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് മഹാക്രോധത്തോടെ വരും. നിങ്ങളുടെ നാശം ഒരു ചുഴലിക്കാറ്റ് പോലെ വരും. നിങ്ങൾ വേനൽക്കാലത്തെ മെതിയിടങ്ങളിലെ പതിർ പോലെ ആകും. ദൈവത്തിന്റെ കോപം അണകെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം പോലെയാണ്. പുറത്തേക്കുള്ള ഒരു മാർഗം തുറക്കപ്പെടുന്നത് വരെ അതിന്റെ അളവ് ഉയർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ദുഷ്ടപ്രവൃത്തികൾക്കുള്ള ശിക്ഷ ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല എന്നത് ശരിയാണ്. ദൈവം അവന്റെ പ്രതികാരത്തിന്റെ കുത്തൊഴുക്കിനെ തടഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും കൂടുതൽ ദൈവകോപം ശേഖരിക്കുന്നു. വെള്ളം കൂടുതൽ ഉയരുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. വെള്ളത്തിന്റെ മഹാപ്രളയത്തെ ഇപ്പോൾ തടഞ്ഞു നിർത്തുന്നത് ദൈവത്തിന്റെ ഹിതം മാത്രമാണ്. അത് മുന്നോട്ട് കുതിക്കുവാൻ ബന്ധപ്പെടുന്നു. ദൈവം അണക്കെട്ടിന്റെ വാതിൽ നിന്നും അവന്റെ കൈകൾ പിൻവലിച്ചാൽ അത് ഉടൻ തുറക്കും.
ദൈവത്തിൻ്റെ കഠിനമായ കോപത്തിൻ്റെ ഒഴുക്ക് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലുപരി ശക്തിയോടെ ഉണ്ടാകും. അത് സർവശക്തിയോടെ നിങ്ങളുടെ മേൽ വരും. അതിനേക്കാൾ 10,000-കണക്കിന് ശക്തി നിങ്ങൾക്കുണ്ടായിരുന്നാലും നരകത്തിലെ ഏറ്റവും ശക്തിയേറിയ പിശാചിൻ്റെ ശക്തിയേക്കാൾ 10,000-കണക്കിന് ശക്തി നിങ്ങൾക്കുണ്ടായാലും ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കുത്തൊഴുക്കിനെ തടയുവാൻ കഴിയുകയില്ല. ദൈവകോപത്തിൻ്റെ വില്ല് കുലച്ചിരിക്കുന്നു, അതിൻ്റെ അമ്പ് വില്ലിൽ തൊടുവിച്ചിരിക്കുന്നു. ദൈവനീതിയുടെ അമ്പ് നിങ്ങളുടെ ഹൃദയത്തിന് നേരെയായിരിക്കുന്നു. നിങ്ങളോട് വാഗ്ദത്തത്താൽ യാതൊരു കടപ്പാടുമില്ലാത്ത കോപാകുലനായ ദൈവത്തിൻ്റെ ഹിതം മാത്രമാണ് ഈ അമ്പിനെ ഒരു നിമിഷ നേരത്തേക്ക് നിങ്ങളുടെ രക്തം കുടിക്കാതെ തടഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം പല രീതിയിലും മാറിയിട്ടുണ്ടെങ്കിലും, നിങ്ങൾക്ക് മതപരമായ സ്നേഹമുണ്ടായാലും, നിങ്ങളുടെ വീട്ടിലും സ്നേഹിതരുടെ ഇടയിലും സഭയിലും മതഭക്തി ഉണ്ടായാലും, മതാചാരങ്ങളെ കർശനമായി അനുസരിച്ചാലും, പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിന് രൂപാന്തരമുണ്ടായി വീണ്ടും ജന്മം പ്രാപിച്ച് പുതുസൃഷ്ടിയായി തീർന്ന് പാപത്തിന് മരിച്ച അവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റൊരു പുതിയ അനുഭവവും വെളിച്ചവും ജീവനും അനുഭവിച്ചിട്ടില്ലാത്ത എല്ലാവരും കോപാകുലനായ ദൈവത്തിൻ്റെ കൈകളിലാണ്. നിത്യമായ നാശം ഇപ്പോൾ നിങ്ങളെ വിഴുങ്ങാതെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ കേൾക്കുന്ന സത്യം വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് പ്രയാസമായി തോന്നിയേക്കാം. എന്നാൽ ക്രമേണ നിങ്ങൾക്കിതെല്ലാം പൂർണ്ണബോധ്യം വരും. നിങ്ങളുടെ അതേ സാഹചര്യത്തിലായിരുന്ന മരിച്ചുപോയവർ ഇതെല്ലാം സത്യമാണ് എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സമാധാനം സുരക്ഷിതം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ അവരിൽ മിക്കവരുടെ മേൽ പ്രതീക്ഷിച്ചിരിക്കാതെ നാശം പെട്ടെന്ന് സംഭവിച്ചു. അവർ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ആശ്രയിച്ചിരുന്നതെല്ലാം ശൂന്യമായ നിഴലുകൾ മാത്രമായിരുന്നുവെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു. ഒരു ചെലന്തിയെയോ അതുപോലെയുള്ള മറ്റൊരു ജീവിയോ അഗ്നിക്ക് മുകളിൽ പിടിച്ചിരിക്കുന്നത് പോലെ നരകൂപത്തിന് മുകളിൽ നിങ്ങളെ പിടിച്ചിരിക്കുന്ന ദൈവം നിങ്ങളെ വെറുക്കുന്നു. അവൻ ഭയങ്കരമായി പ്രകോപിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളോടുള്ള അവൻ്റെ കോപം തീ പോലെ ജ്വലിക്കുന്നു. നരകത്തിലിടുക എന്നതിനപ്പുറം മൂല്യമുള്ളതായി ദൈവം നിങ്ങളെ കാണുന്നില്ല. അവൻ്റെ കണ്ണുകൾ വിശുദ്ധമായതിനാൽ നിങ്ങളെ കാണുവാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു സർപ്പം ഉള്ളതുപോലെ അതിനേക്കാൾ 10,000 മടങ്ങ് വെറുക്കത്തക്ക വ്യക്തിയാണ് നിങ്ങൾ. ഒരു രാജാവിനെ ഒരു കലാപകാരി ദ്രോഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾ ദൈവത്തെ അപരിമിതമായി ദ്രോഹിച്ചിരിക്കുന്നു. എങ്കിലും അഗ്നികുണ്ഡത്തിൽ വീഴാതെ ഇപ്പോൾ നിങ്ങളെ പിടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങൾ ആണ്. കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിനായി നിങ്ങളുടെ കണ്ണുകളെ അടച്ചതിന് ശേഷം നരകത്തിലേക്ക് പോകാതെ വീണ്ടും ഈ ലോകത്തിലേക്ക് ഉണർന്ന് എഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഉണർന്ന് എഴുന്നേറ്റതിന് ശേഷം ദൈവം നിങ്ങളെ നരകത്തിലേക്ക് ഇട്ടില്ല. ഇതിനെല്ലാം കാരണം ദൈവത്തിൻ്റെ കരം നിങ്ങളെ പിടിച്ചിരിക്കുന്നു എന്നതല്ലാതെ മറ്റൊന്നും അല്ല. ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളുടെ ദുഷ്ടരീതികൾ കൊണ്ട് അവൻ്റെ വിശുദ്ധ ദൃഷ്ടികളെ പ്രകോപിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരിക്കുവാൻ തുടങ്ങിയതു മുതൽ ഇതുവരെയും നിങ്ങൾ നരകത്തിലേക്ക് പോയില്ല എന്നതിനും മറ്റൊരു കാരണവുമില്ല. ഈ നിമിഷം നിങ്ങൾ നരകത്തിലേക്ക് തള്ളപ്പെടുന്നില്ല എന്നതിന് ദൈവഹിതം എന്നതല്ലാതെ മറ്റൊരു കാരണവും ഇല്ല. പാപിയായ മനുഷ്യ, നിങ്ങളായിരിക്കുന്ന ഭയാനകരമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. ദൈവം നിങ്ങളെ പിടിച്ചിരിക്കുന്നത് വിശാലവും അവസാനവും ഇല്ലാത്ത കോപാഗ്നി നിറഞ്ഞ ഗർത്തത്തിനു മുകളിലാണ്. നരകത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്ന അനേകർക്ക് നേരെ ഉള്ളതുപോലെ നിങ്ങൾക്ക് നേരെയും ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നുണ്ട്. ദൈവിക കോപത്തിൻ്റെ ആളിപ്പടരുന്ന അഗ്നിയാൽ ഏതു നിമിഷവും കത്തിച്ചാരമായേക്കാവുന്ന ഒരു നേർത്ത ചരടിൽ നിങ്ങൾ തൂങ്ങിയാടുകയാണ്. നിങ്ങൾക്ക് ക്രിസ്തു എന്ന മധ്യസ്ഥനിലോ നിങ്ങളെ കോപാഗ്നിയിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുന്ന യാതൊന്നിലുമോ താല്പര്യമില്ല. നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളുടെ പക്കൽ യാതൊന്നുമില്ല. ഒരു നിമിഷ നേരത്തേക്കെങ്കിലും നിങ്ങളെ ഒഴിവാക്കുവാനായി ദൈവത്തെ പ്രേരിപ്പിക്കുവാൻ നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾക്കോ ചെയ്യുവാൻ കഴിയുന്ന പ്രവൃത്തികൾക്കോ കഴിയുകയില്ല. നിങ്ങളായിരിക്കുന്ന അപകടകരമായ കോപത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ഇനി ചിന്തിക്കാം. ഇത് ആരുടെ കോപമാണ്? ഇത് നിത്യനായ ദൈവത്തിൻ്റെ കോപമാണ്. അത് മനുഷ്യൻ്റെ കോപമാണെങ്കിൽ, ഈ ഭൂമിയിലെ ഏറ്റവും ശക്തനായ രാജാവിൻ്റെ കോപമാണെങ്കിലും താരതമ്യേന നിസ്സാരമാണ്. പ്രജകളുടെ സമ്പത്തും ജീവനും ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യുവാൻ അധികാരമുള്ള ഏകാധിപതികളായ രാജാക്കന്മാരുടെ കോപം വളരെ ഭയപ്പെടേണ്ടതാണ്. രാജാവിൻ്റെ ഭീഷണം സിംഹഗർജനം പോലെ അവനെ കോപിപ്പിക്കുന്നവൻ തൻ്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. ഒരു ഏകാധിപതിയായ രാജാവിനെ പ്രകോപിപ്പിക്കുന്ന ഒരു പ്രജ ഒരു മനുഷ്യനെ കണ്ടുപിടിക്കുവാനും മനുഷ്യന്റെ ശക്തിക്ക് പ്രയോഗിക്കുവാനും കഴിയുന്ന കഠിനമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും.
രാജകീയതയിലും ശക്തിയിലും ഏറ്റവും ക്രൂരമായിരിക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തന്മാർ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ശ്രേഷ്ഠനും സർവശക്തനുമായ ദൈവവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ ഭൂമിയിലെ ഏറ്റവും ബലഹീനവും നിന്ദ്യവുമായ പുഴുക്കൾ മാത്രമാണ്. അവരുടെ ഉഗ്രകോപത്താൽ അവർക്ക് കഴിയുന്നത്ര ചെയ്താലും അവരുടെ പ്രവൃത്തികൾ നിസ്സാരമാണ്. ദൈവത്തിന് മുമ്പാകെ ഈ ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരും വെട്ടുക്കിളികൾ മാത്രമാണ്. അവർ ദൈവം മുമ്പാകെ ഒന്നുമല്ല. അവരുടെ സ്നേഹവും വെറുപ്പും ഒരുപോലെ അവഗണിക്കപ്പെടേണ്ടതാണ്. രാജാതിരാജാവായവന്റെ കോപം കൂടുതൽ ഭയാനകരമാണ്. ദൈവത്തിന്റെ രാജ്യത്വം കൂടുതൽ ശ്രേഷ്ഠമാണ്. ലൂക്കോസ് 12:4-5 വാക്യങ്ങൾ. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവനെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അതെ, അവനെ ഭയപ്പെടുവീൻ. ദൈവത്തിന്റെ കോപത്തിനാണ് നിങ്ങൾ വിധേയമായിരിക്കുന്നത്. ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച് നമുക്ക് യെശയ്യാ 59:18 വായിക്കാവുന്നതാണ്. അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും. തൻ്റെ വൈരികൾക്ക് ക്രോധവും തൻ്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ. യെശയ്യാ 66:15 യഹോവ തൻ്റെ കോപത്തെ ഉഗ്രതയോടും തൻ്റെ ശാസനയെ അഗ്നിജാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഭയങ്കരത്വത്തെക്കുറിച്ച് മറ്റു ചില വേദഭാഗങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് 19:15 നമ്മൾ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു എന്ന് വായിക്കുന്നു. ഈ വാക്കുകൾ ഭയാനകം തന്നെയാണ്. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപം എന്ന് പറഞ്ഞാൽ പോലും അതിൽ അനന്തമായ ഭയമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവും എന്നാണ്. ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ആശയത്തെ ആർക്ക് ഊഹിക്കുവാൻ കഴിയും? ദൈവത്തിൻ്റെ കോപം എത്രമാത്രം ഭയങ്കരമാണ്. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ എന്ന വാക്കിനും ഇവിടെ പ്രാധാന്യമുണ്ട്. കോപവും ക്രോധവും ചുമത്തുന്ന ഭയങ്കരത്വത്തിൽ അവൻ്റെ സർവശക്തിയുടെ വലിയ പ്രത്യക്ഷത ഉണ്ട്. മനുഷ്യർ കോപിക്കുമ്പോൾ അവരുടെ സകല ശക്തിയും ഉപയോഗിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സർവശക്തിയും ക്രോധത്തോടെ പ്രയോഗിക്കപ്പെടും. അതിൻ്റെ പരിണത ഫലം എത്ര ഭയങ്കരമായിരിക്കും! അത് അനുഭവിക്കേണ്ടി വരുന്ന പുഴുക്കളെ പോലെയുള്ള മനുഷ്യർക്ക് എന്ത് സംഭവിക്കും? ആരുടെ കരങ്ങൾ ദൈവത്തിന് നേരെ ബലപ്പെട്ടിരിക്കും? ആരുടെ ഹൃദയത്തിന് അത് താങ്ങുവാൻ കഴിയും? ദൈവകോപത്തിന് ഇരയാകുന്ന സാധുക്കളായ മനുഷ്യർ എത്രമാത്രം ഭയാനകരമായ അവർണ്ണനീയമായ അചിന്തനീയമായ ദുരിതത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടും. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ പുതുജീവൻ പ്രാപിക്കാത്ത വ്യക്തിയാണെങ്കിൽ ദൈവം അവൻ്റെ കോപവും ക്രോധവും യാതൊരു ദയയും കൂടാതെ നിങ്ങളുടെ മേലയക്കുവാൻ പോകുന്നു. ദൈവം നിങ്ങളുടെ പാപത്തിൻ്റെ അവാച്യമായ ഭയങ്കരത്വം കാണുന്നു. അതിനാൽ നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയുന്നതിനും അപ്പുറമായ പീഡനങ്ങളാണ് നിങ്ങൾ നരകത്തിൽ അനുഭവിക്കുന്നത് എന്നതുകൊണ്ടോ നിങ്ങളുടെ ആത്മാവ് അന്തമില്ലാത്ത വിഷാദത്തിലേക്ക് ഞെരിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ടോ ദൈവത്തിന് നിങ്ങളോട് യാതൊരു ദയയും തോന്നുകയില്ല. ദൈവം ക്രോധത്തിൻ്റെ ശിക്ഷ തടയുകയില്ല. അവൻ്റെ കരത്തെ ലഘൂകരിക്കുകയില്ല. ഒരു ദയയോ മിതത്വമോ ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ കൊടുങ്കാറ്റിനെ അവൻ തടയുകയില്ല. നിങ്ങളുടെ ക്ഷേമത്തെ അവൻ പരിഗണിക്കുകയില്ല. നിങ്ങൾ കൂടുതൽ പീഡനം അനുഭവിക്കാതിരിക്കുവാൻ അവൻ ശ്രദ്ധിക്കുകയില്ല. നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുകയില്ല എന്നതിനാൽ യാതൊന്നിനെയും ദൈവം തടയുകയില്ല. നീതിക്ക് യോജ്യമല്ലാത്ത ഒന്നും നിങ്ങൾ അനുഭവിക്കരുത് എന്ന് മാത്രം അവൻ ശ്രദ്ധിക്കും. എഗസ്കേൽ 8:18 ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. എൻ്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്ന് അരുളി ചെയ്തു. എന്നാൽ ഇപ്പോൾ ദൈവം നിങ്ങളോട് കരുണ കാണിക്കുവാൻ തയ്യാറാണ്. ഇന്ന് ദയയുടെ ദിവസമാണ്. ഇന്ന് ദയക്കായി പ്രതീക്ഷയോടെ കരയാം. എന്നാൽ ഒരിക്കൽ ദയയുടെ ദിവസം കഴിഞ്ഞു പോയാൽ നിങ്ങളുടെ ഏറ്റവും ശോചനീയമായ ദുഃഖം നിറഞ്ഞ നിലവിളിയും വിലാപങ്ങളും നിഷ്ഫലമാകും. നിങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരാകും. നിങ്ങളുടെ ക്ഷേമത്തെ പരിഗണിക്കാതെ നിങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയും. പീഡനങ്ങൾ കേൾപ്പിക്കുക എന്നതല്ലാതെ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് മറ്റൊരു ഉപയോഗവും ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ അവസാനം വരെ നാശത്തിനായി യോജിച്ച കോപപാത്രമായി തുടരും. ദൈവക്രോധം നിറയ്ക്കുക എന്നതല്ലാതെ മറ്റൊരു ഉപയോഗവും ഈ പാത്രത്തിന് ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ നിലവിളിച്ചാലും ദയ കാണിക്കുന്നതിൽ ദൈവം അകലെ ആയിരിക്കും. സദൃശവാക്യങ്ങൾ 1:25-26 വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ ആലോചന ഒക്കെയും ത്യജിച്ചു കളയുകയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനത്ത ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും.
യെശയ്യാവ് 63:3 ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു, എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ ഭയാനകരമായ ഈ വാക്കിൽ 3 കാര്യങ്ങൾ പ്രകടമാണ്: നിന്ന, വെറുപ്പ്, ക്രോധത്തിൻ്റെ തീഷ്ണത. നിങ്ങളുടെ ദുഃഖകരമായ അവസ്ഥയിൽ കരുണയ്ക്കായി നിലവിളിച്ചാലും അവൻ നിങ്ങളോട് കരുണയോ അനുകമ്പയോ കാണിക്കൽ നിന്നും അകന്നിരിക്കും. കരുണയ്ക്ക് പകരം അവൻ നിങ്ങളെ അവൻ്റെ കാൽക്കീഴെ മെതിച്ചു കളയും. സർവശക്തന്റെ മെതിക്കുന്ന ഭാരം നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയില്ല എന്ന് വന്നാലും അവൻ അത് ഗവനിക്കുകയില്ല. അവൻ നിങ്ങളെ ദയ കൂടാതെ അവൻ്റെ കാൽക്കീഴെ മെതിച്ചു കളയും. അവൻ നിങ്ങളുടെ രക്തം ചവിട്ടി പുറത്തെടുത്ത് അതിനെ പറത്തിക്കളയും. അവൻ്റെ വസ്ത്രത്തെ അശുദ്ധമാക്കത്തക്കവണ്ണം അതിൽ നിങ്ങളുടെ രക്തം ചിതറി വീഴ്ത്തും. അവൻ നിങ്ങളെ വെറുക്കുക മാത്രമല്ല, ഏറ്റവും നിന്ദ്യമായി കരുതുകയും ചെയ്യും. ഒരു തെരുവിലെ ചെളിയെപ്പോലെ ചവിട്ടി മെതിക്കുവാനായി നിങ്ങളെ അവൻ്റെ കാൽക്കീഴിൽ ആക്കുക എന്നതല്ലാതെ നിങ്ങൾക്ക് യോജ്യമായ മറ്റൊരിടവും ഉണ്ടാകുകയില്ല. യഹോവയായ ദൈവത്തിൻ്റെ ക്രോധം എത്രമാത്രമാണ് എന്ന് പ്രകടമാകുന്നത് വരെ നിങ്ങൾ പീഡനം അനുഭവിക്കും. ദൈവം സ്വർഗീയ ദൂതന്മാരെയും മനുഷ്യരെയും അവൻ്റെ സ്നേഹം എത്ര ശ്രേഷ്ഠമാണ് എന്നും അവൻ്റെ ക്രോധം എത്ര ഭയങ്കരമാണ് എന്നും കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിലെ രാജാക്കന്മാർ അവരെ പ്രകോപിപ്പിക്കുന്നവർക്ക് നേരെയുള്ള അവരുടെ കോപം എത്രമാത്രമാണ് എന്ന് കഠിന ശിക്ഷകളിലൂടെ പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കും. കൽദയ സാമ്രാജ്യത്തിന്റെ ശക്തനും അഹംഭാവിയുമായ രാജാവായിരുന്ന നെബൂഖദ്നേസർ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 ഇസ്രായേൽ ബാലന്മാർക്കെതിരെ കോപാകുലനായി അദ്ദേഹത്തിന്റെ ക്രോധം പ്രകടിപ്പിക്കുവാനായി ഈ ബാലന്മാരെ തീച്ചൂളയിലിടുവാനും തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിക്കുവാനും അദ്ദേഹം കൽപ്പിച്ചു. എന്നാൽ ശ്രേഷ്ഠനായ ദൈവം അദ്ദേഹത്തിന്റെ ക്രോധവും ഭയങ്കരമായ ഗാംഭീര്യവും മഹാശക്തിയും അവന്റെ ശത്രുക്കളുടെ പീഡനങ്ങളിലൂടെ പ്രകടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. റോമർ 9:22 മുതൽ 24 വരെയുള്ള ആ വാക്യങ്ങൾ. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? യഹോവയുടെ കലർപ്പില്ലാത്തതും അനിയന്ത്രിതവും തീവ്രവുമായ ക്രോധം നടപ്പിലാക്കുക എന്നതാണ് അവൻ്റെ നിർണയിക്കപ്പെട്ട പദ്ധതി. അത് അവൻ ഒരു സാക്ഷിയോടെ നിവർത്തിക്കുകയും ചെയ്യും. ഒരു സാധുവായ പാപിയുടെ മേൽ ശ്രേഷ്ഠനും കോപാലുവുമായ ദൈവം അവൻ്റെ ഭയങ്കര പ്രതികാരം ചെയ്യുമ്പോൾ പാപിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ഭാരവും ശക്തിയും അനുഭവിക്കുമ്പോൾ ദൈവം ഈ മുഴുവൻ പ്രപഞ്ചത്തെയും അവൻ്റെ ഭയങ്കര മഹത്വം ദർശിക്കുവാനും അതിൽ പ്രകടമാകുന്ന മഹാശക്തി കാണുവാനും ക്ഷണിക്കും. യെശയ്യാവ് 33:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വംശങ്ങൾ കുമ്മായം ചുടുന്നത് പോലെയാകും, വെട്ടിക്കളഞ്ഞ മുള്ളുപോലെ അവരെ തീയിലിട്ട് ചുട്ടുകളയും. ദൂരസ്ഥന്മാരെ ഞാൻ ചെയ്തത് കേൾപ്പീൻ, സമീപസ്ഥന്മാരെ എൻ്റെ വീര്യപ്രവൃത്തികൾ ഗ്രഹിപ്പീൻ. സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാർ ആയവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. മനസാന്തരപ്പെടാത്ത അവസ്ഥയിൽ തുടർന്നാൽ നിങ്ങളുടെ അവസ്ഥ ഇതാകും. സർവശക്തനായ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയും ഗാംഭീര്യവും ഭയങ്കരത്വവും കൂടുതൽ വലുപ്പത്തോടെ നിങ്ങളുടെ മേൽ അവർണ്ണനീയമായ പീഡനമായി വരും. സ്വർഗീയ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും സാന്നിധ്യത്തിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. നിങ്ങൾ ഉപദ്രവങ്ങൾ അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലെ ശ്രേഷ്ഠരായ നിവാസികൾ ആ ഭയങ്കര കാഴ്ച കാണും. സർവശക്തന്റെ ക്രോധവും ഉഗ്രതയും എത്രമാത്രം എന്ന് അവർ മനസ്സിലാക്കും. അവർ അത് കണ്ടു കഴിയുമ്പോൾ അതിശക്തനായ രാജാവിനെ അവർ വീണ് ആരാധിക്കും. യെശയ്യാവ് 66:23-24 വാക്യങ്ങൾ. പിന്നെ അമാവാസ്യ തോറും ശബത്ത് തോറും സകല ജഡവും എൻ്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകയില്ല, അവരുടെ തീ കെട്ടുപോകുകയില്ല, അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും. ദൈവത്തിൻ്റെ ക്രോധം നിത്യമായിരിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ തീഷ്ണത ഒരു നിമിഷത്തേക്കെങ്കിലും അനുഭവിക്കുന്നത് ഭീതികരമാണ്. എന്നാൽ മാനസാന്തരപ്പെടാത്തവർ നിത്യത മുഴുവൻ അത് അനുഭവിക്കേണ്ടി വരും. ഈ തീവ്രവും ബീഭത്സവുമായ ദുരിതത്തിന് അവസാനം ഉണ്ടാകുകയില്ല. നിങ്ങൾ മുന്നോട്ട് നോക്കിയാൽ നിത്യത എന്നൊരു ദീർഘകാലം കാണാം. അതൊരു അതിരില്ലാത്ത കാലമാണ്. ഒരിക്കലും ഒരു വിടുതലോ അവസാനമോ ഉപശാന്തിയോ വിശ്രമമോ ഉണ്ടാകുകയില്ല എന്ന ചിന്ത നിങ്ങളെ നിരാശരാക്കും. അത് നിങ്ങളുടെ ചിന്തകളെ വിഴുങ്ങിക്കളയും, ആത്മാവിനെ ഭ്രമിപ്പിക്കുകയും ചെയ്യും. സർവശക്തന്റെ ദയാരഹിതമായ പ്രതികാരത്തോട് മല്ലിട്ടുകൊണ്ട് കോടാനുകോടി യുഗങ്ങൾ കഴിയേണ്ടി വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെ മഹാ ഉപദ്രവത്തിൽ അനേക യുഗങ്ങൾ ചെലവിട്ട് കഴിയുമ്പോൾ
അനന്തമായ കാലദൈർഘ്യത്തിൽ അത്രയും നാളുകൾ ഒരു ക്രിസ്തകാലം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ഉണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ശിക്ഷാകാലം അനന്തമില്ലാത്തതാകും. ഈ സാഹചര്യത്തിൽ ഒരു ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആർക്ക് വർണ്ണിക്കുവാൻ കഴിയും? നമുക്ക് പറയുവാൻ കഴിയുന്നത് ഒരു ലഘുവായ വിവരണം മാത്രമാണ്. അത് അവാച്യവും സങ്കല്പാതീതവും ആണ്. കാരണം ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ശക്തി ആർക്ക് അറിയാം? അനന്തമായ ഉപദ്രവത്തിൻ്റെയും വലിയ കോപത്തിൻ്റെയും അപകടാവസ്ഥയിൽ ദിവസവും മണിക്കൂർ തോറും ആയിരിക്കുക എന്നത് എത്ര ഭയാനകരമാണ്. എന്നാൽ എത്രമാത്രം കർശനക്കാരും ഗൗരവക്കാരും മതഭക്തരുമായിരുന്നാലും ഈ സമ്മേളനത്തിലിരിക്കുന്ന വീണ്ടും ജന്മം പ്രാപിക്കാത്ത എല്ലാവരുടെയും ദുഃഖകരമായ അവസ്ഥ അതായിരിക്കും. നിങ്ങൾ പ്രായമേറിയവർ ആയിരുന്നാലും യൗവനക്കാരായിരുന്നാലും ഈ സത്യം ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ അനേകർ നിത്യമായ മഹാപീഡനത്തിന് വിധിക്കപ്പെട്ടേക്കാവുന്നവരാണ്. അവർ ആരൊക്കെയാണ്, എവിടെ ഇരിക്കുന്നു, അവർ ഇപ്പോൾ എന്തു ചിന്തിക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഇപ്പോൾ അവർ ആശ്വാസത്തോടെ ഇരിക്കുകയായിരിക്കാം. ഈ സന്ദേശം അവരെ ശല്യപ്പെടുത്തുന്നില്ലായിരിക്കാം. ഇതിൽ പറയുന്ന ദുഷ്ടന്മാർ അവരല്ല എന്നും അവർ രക്ഷപ്പെടുമെന്നും സ്വയം പറയുന്നുണ്ടായിരിക്കാം. ഈ സമ്മേളനത്തിലിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയെങ്കിലും നിത്യമായ നരകശിക്ഷയ്ക്ക് വിധേയമാകും എന്ന് അറിയുന്നത് തന്നെ എത്ര ഭയാനകമാണ്. അത് ആരാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ അതെന്തൊരു ഭീതിജനകമായ കാഴ്ചയായിരിക്കും. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും അവനെ ചൊല്ലി വലിയ വിലാപം കഴിക്കുകയില്ലയോ? എന്നാൽ നിർഭാഗ്യവശാൽ നിങ്ങളിൽ അനേകർ മരണശേഷം നരകത്തിലായിരിക്കുമ്പോൾ ഈ പ്രസംഗം ഓർക്കും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്നവർ ചിലർ നരകത്തിലേക്ക് തള്ളപ്പെടുകയില്ല. അവിടെ രക്ഷ അല്പസമയത്തിനുള്ളിൽ സംഭവിക്കും. ഇപ്പോൾ ഇവിടെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതനായും ഇരിക്കുന്നവർ ചിലർ നാളെ പ്രഭാതത്തിന് മുമ്പ് നരകത്തിലായിരിക്കും. സാധാരണ അവസ്ഥയിൽ നരകത്തിലേക്ക് പോകാതെ കൂടുതൽ നാളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ചിലർ അല്പനാളുകൾക്കുള്ളിൽ അവിടെ എത്തിച്ചേരും. നിങ്ങളുടെ ശിക്ഷ താമസിക്കുകയില്ല. അത് വേഗവും അപ്രതീക്ഷിതവുമായി വരും. നിങ്ങൾ ഇപ്പോൾ തന്നെ നരകത്തിൽ ആയില്ലല്ലോ എന്ന് അത്ഭുതപ്പെടുവാൻ മതിയായ കാരണങ്ങൾ ഉണ്ട്. നിങ്ങളെക്കാൾ അധികമായി നരകത്തിന് യോഗ്യർ അല്ലായിരുന്നവരെ നിങ്ങൾ അറിയുന്നു. അവർ ഇപ്പോൾ നിങ്ങളെപ്പോലെ ജീവനോടെ ഇരിക്കേണ്ടവരായിരുന്നു. അവരെക്കുറിച്ച് ഇനി പ്രതീക്ഷ ഇല്ല. അവർ അത്യുഗ്രമായ ദുരിതത്തിൽ നിരാശയിൽ നിലവിളിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ജീവനുള്ള ദേശത്തെ ദൈവത്തിൻ്റെ ആലയത്തിലാണ്. നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം ഒരു ദിവസത്തേക്കെങ്കിലും ലഭിക്കുവാൻ ശിക്ഷാവിധിയിലായിരിക്കുന്ന ആത്മാക്കൾ എന്ത് വിലയും നൽകുവാൻ തയ്യാറായേക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അസാധാരണമായ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു കൃപയുടെ വാതിൽ വിശാലമായി തുറന്നിട്ടിരിക്കുന്നു. അവൻ വാതിക്കൽ നിന്നുകൊണ്ട് സാധുക്കളായ പാപികളെ ഉറക്കെ വിളിക്കുന്നു. അനേകർ ദിവസം അവൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടി ദൈവരാജ്യത്തിലേക്ക് തള്ളിക്കയറുന്നു. അനേകർ ദിവസേന കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും വരുന്നു. നിങ്ങളെപ്പോലെ ദുരിതത്തിൽ ആയിരുന്ന അനേകർ ഇപ്പോൾ സന്തോഷത്തിൽ ആണ്. അവരെ സ്നേഹിച്ച യേശുവിനോടുള്ള സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ രക്തത്താൽ അവരുടെ പാപങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു. ദൈവമഹത്വത്തിൻ്റെ പ്രത്യാശയിൽ അവർ ആനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ദിവസം നിങ്ങൾ തള്ളപ്പെടുന്നത് എത്ര ഭയാനകമാണ്. നിങ്ങൾ ക്ഷയിച്ചും നശിച്ചും കൊണ്ടിരിക്കുമ്പോൾ അനേകർ വിരുന്ന് ആസ്വദിക്കുന്നത് നിങ്ങൾ കാണുന്നു. ഹൃദയത്തിലെ അതിവേദനയാലും ആത്മാവനുഭവിക്കുന്ന ഉപദ്രവങ്ങളാലും നിങ്ങൾ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകർ ഹൃദയത്തിലെ സന്തോഷത്താൽ പാട്ടുകൾ പാടി ആനന്ദിക്കുന്നത് നിങ്ങൾ കാണുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിങ്ങൾക്ക് എങ്ങനെ ശാന്തമായിരിക്കുവാൻ കഴിയും? നിങ്ങളുടെ ആത്മാവും വിലയേറിയത് അല്ലയോ? അനേക നാളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും ഇതുവരെയും വീണ്ടും ജന്മം പ്രാപിക്കാത്തതിനാൽ ഇസ്രായേൽ എന്ന പൊതുകൂട്ടായ്മയിൽ നിന്നും അകന്ന് ജീവിക്കുന്ന അനേകർ ഇവിടെയുണ്ട്. അവരുടെ ജീവിതം കൊണ്ട് ദൈവകോപം കൂട്ടിവെച്ചു എന്നതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അവസ്ഥ അതിഗുരുതരമായ അപകടത്തിലാണ്. നിങ്ങളുടെ പാപവും ഹൃദയകാഠിന്യവും വളരെ വലുതാണ്. ദൈവത്തിൻ്റെ കൃപയുടെ ഈ കാലത്തെ നിങ്ങളെപ്പോലെയുള്ള അനേകർ നഷ്ടപ്പെടുത്തുന്നത് കാണുന്നില്ലേ? നിങ്ങളൊരു പുനർചിന്തനം നടത്തണം. ഇപ്പോഴത്തെ മയക്കത്തിൽ നിന്നും പൂർണ്ണമായും ഉണരണം. നിത്യനായ ദൈവത്തിൻ്റെ ക്രോധത്തെയും ഭയങ്കരത്വത്തെയും നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുകയില്ല. യൗവനക്കാരായിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ അസുലഭ കാലത്തെ അവഗണിക്കരുത്. നിങ്ങളുടെ സമപ്രായക്കാരിൽ അനേകർ ലോകത്തിൻ്റെ മോഹങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളിത് അവഗണിച്ചാൽ യൗവനത്തിൻ്റെ ദിവസങ്ങളെല്ലാം പാപത്തിൽ ജീവിച്ച അനേകരെ പോലെ നിങ്ങളുമായി തീരും. അവരിപ്പോൾ അന്ധതയുടെയും കാഠിന്യത്തിൻ്റെയും
ഭയങ്കര അവസ്ഥയിലാണ്. ഇനിയും മാനസാന്തരപ്പെട്ടിട്ടില്ലാത്ത കുട്ടികളെ, നിങ്ങൾ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പകലും രാത്രിയിലും നിങ്ങൾക്കെതിരായ ദൈവത്തിൻ്റെ ഭയാനകരമായ ക്രോധത്തെ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഈ ദേശത്തിലെ അനേകം കുട്ടികൾ മാനസാന്തരപ്പെട്ട് വിശുദ്ധരും സന്തോഷവാന്മാരും രാജാതിരാജാവിൻ്റെ മക്കളുമായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പിശാചിന്റെ മക്കളായിരിക്കുന്നതിൽ സംതൃപ്തർ ആണോ? ഇപ്പോൾ യേശുക്രിസ്തുവിലായിട്ടില്ലാത്ത നരകത്തിൻ്റെ അഗാധകൂപത്തിനു മുകളിൽ തൂങ്ങിക്കിടക്കുന്ന എല്ലാവരും, പ്രായമുള്ളവരും സ്ത്രീകളും പുരുഷന്മാരും മധ്യവയസ്സരും യൗവനക്കാരും കുട്ടികളും ഇവിടെ ഇപ്പോൾ ഉച്ചത്തിൽ ഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനവും കരുതലും കേൾക്കട്ടെ. ഇതാണ് ദൈവത്തിൻ്റെ പ്രസാദ വർഷം. ഇത് ചിലരോട് അനുകമ്പ കാണിക്കുന്ന കാലമാണ്. അതുപോലെ മറ്റുള്ളവർക്ക് വലിയ പ്രതികാരത്തിൻ്റെ കാലം കൂടിയാണ്. ഈ കാലത്ത് മനുഷ്യർ അവരുടെ ആത്മാവിൻ്റെ രക്ഷ അവഗണിച്ചാൽ അവരുടെ ഹൃദയം കഠിനമാകുകയും അവരുടെ പാപം 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. മനസ്സിന് അന്ധതയും ഹൃദയത്തിന് കാഠിന്യമുള്ള മനുഷ്യർക്ക് ഇതുപോലെ അപകടം മുമ്പുണ്ടായിട്ടില്ല. എല്ലാ ദേശത്തു നിന്നും അവൻ തിരഞ്ഞെടുത്തവരെ ദൈവം വേഗത്തിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എക്കാലത്തെക്കാളും കൂടുതൽ രക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ അല്പസമയത്തിനുള്ളിൽ ശേഖരിക്കപ്പെടും. അത് അപ്പോസ്തലന്മാരുടെ കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ച ഉണ്ടായതുപോലെയുള്ള ഒരു അനുഭവം ആയിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രക്ഷ ലഭിക്കും, മറ്റുള്ളവർ അന്ധതയിൽ ആയിരിക്കും. നിങ്ങൾ നഷ്ടപ്പെട്ടാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പകർച്ചയുടെ ഒരു കാലം നിങ്ങൾ ദർശിച്ചിരുന്നല്ലോ എന്നോർത്ത് നിത്യതയിൽ നിങ്ങൾ ഈ ദിവസത്തെയും നിങ്ങൾ ജനിച്ച ദിവസത്തെയും ശപിക്കും. ആത്മാവിൻ്റെ ഈ പകർച്ച കാണുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചു നരകത്തിൽ പോയിരുന്നെങ്കിൽ ഏറെ നല്ലതായിരുന്നുവെന്ന് ആഗ്രഹിക്കും. ഇത് യോഹന്നാൻ സ്നാപകന്റെ കാലം പോലെയാണ്. അസാധാരണമായ വിധത്തിൽ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം പുറപ്പെടുവിക്കാത്ത എല്ലാ വൃക്ഷങ്ങളെയും വെട്ടി തീയിൽ ഇട്ടുകളയും. അതിനാൽ ഇപ്പോൾ ക്രിസ്തുവിൽ അല്ലാത്ത എല്ലാവരും ഉണർന്ന് വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്നും ഓടിപ്പോകട്ടെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അനേകരുടെ മേൽ സർവശക്തനായ ദൈവത്തിൻ്റെ കോപം നിശ്ചയമായും തൂങ്ങുന്നുണ്ട്. എല്ലാവരും സോദോമിൽ നിന്നും ഓടിപ്പോകട്ടെ. ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം. പുറകോട്ട് നോക്കരുത്. ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്. നിനക്ക് നാശം ഭവിപ്പാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം.